കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി കുടംപുളിയിട്ട മീൻകറി ഉണ്ടാക്കിയാലോ? അതിനാദ്യം ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിൽ 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇടുന്ന് ചേർത്ത് കൊടുക്കുക. ഇനി 4 അല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി 2 മുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളത്തോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഓരോന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് 15 മിനിറ്റ് വേവിക്കണം. 15 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച മീൻകറി തയ്യാർ. നല്ല ചൂട് ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഇത് നമുക്ക് കഴിക്കാം. അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.